വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടി എല്ലാവർക്കും അറിയാലോ. ഞാൻ 15 ദിവസം രാവും പകൽ 2 ആൾ പണിയെടുത്ത ആളാണ്. നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇല്ലേ? അതിന്റെ ഫലമായി ഒരുപാട് പേര് രക്ഷപ്പെട്ടില്ലേ? പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ എത്ര പേര് രക്ഷപ്പെടും? മരിക്കും, എല്ലാ എണ്ണം മരിക്കൂലേ? ഞാൻ ഒരു ഉസ്താദിന്റെ മോനെ എനിക്കറിയാം. മനസ്സിലായില്ലേ? ഞാൻ കാര്യം പറഞ്ഞു. ഇതാണ് ദൈവങ്ങൾ പറഞ്ഞതൊക്കെ നോണയാണ്. ഉസ്താദിന്റെ മകനാണ്. അതായത് നമ്മളാ രവിചന്ദ്രന്റെ പരിപാടിക്ക് ഉള്ള പരസ്യം അത്. ഇപ്പൊ കുറെ ഉസ്താദുമാരെ ഫോട്ടോ ഒക്കെ വെച്ചിങ്ങാണ്ട് ഇതിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ തത്രപ്പാടിലാണ്. ഏതായാലും മൂപ്പര് ഈ കുട്ടി ഭയങ്കര ചൂടിലാട്ടോ. മൂപ്പര് പറഞ്ഞെന്താണെന്നറിയോ? എല്ലാരും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇരുന്നാല് ഇവിടെ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നോ എന്നാണ് ചോദ്യം. എന്റെ മോനെ, ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞുതരാണെങ്കിൽ നമ്മള് പരിപാടിക്കൊക്കെ പോയിക്കോ, പക്ഷെ ആ കൂട്ടത്തില് ഇസ്ലാം എന്താണ് പറഞ്ഞത് എന്ന് കൂടി ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഉസ്താദിന്റെ മോനായതുകൊണ്ട് ഞാൻ വേഗത്തിൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നെ ഉസ്താദ് ബാപ്പയായി എന്ന് കരുതിയിട്ട് മക്കള് അങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ പ്രവാചകന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇതൊക്കെ ചരിത്രമാണ്. അപ്പൊ അതിൽ ഇപ്പൊ കുറെ ആൾക്കാർ കമന്റ് ഉണ്ട്, ഒരു ഉസ്താദിന്റെ മകനാണല്ലോ എന്നൊക്കെ പറഞ്ഞത്. അതൊരു കുളിരില്ല, ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു പോകാന്നല്ലാതെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇസ്ലാമിലേക്ക് വരാത്ത സാഹചര്യത്തെ കണ്ട ഒരു മതം കൂടിയാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം തന്നെ എടുക്കുക, എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇസ്ലാമിലില്ല. ഇവിടെ ദുരന്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. 5 വക്ത് നിസ്കാരം, അത് എന്തൊരു സുന്ദരമായ പ്രാർത്ഥന എന്നറിയാം നിങ്ങൾക്ക്. അതിലിങ്ങനെ ഓരോ സംഭവ വികാസങ്ങളെ കുറിച്ചും, അത് നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിലുടനീളം പ്രാർത്ഥനകളാണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് പ്രകൃതി ദുരന്തം വരണമൊന്നുമില്ല. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഇടപെടുക എന്നുള്ളത് തന്നെ മറ്റൊരു പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ ഉസ്താദിന്റെ മോനോട് പറയാനുള്ളത്, ഇത് കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും കേൾക്കണം, എല്ലാ മതക്കാരും കേൾക്കണം, നിങ്ങൾ പഠിക്കണം കേട്ടോ, നിങ്ങൾ ചിന്തിക്കണം. ഇസ്ലാമിൽ ബദർ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം നടന്നു. അതായത് ആ യുദ്ധത്തിൽ പ്രവാചകനും അനുചരന്മാരും കുറഞ്ഞ ആളുകളാണ്, 313ഓളം വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ശത്രു സൈന്യം വലിയതാണ്. അങ്ങനെ അത് അന്ന് പരാജയപ്പെട്ടാലും ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ലോകത്തില്ല എന്നുള്ളത് കൃത്യ. അവിടെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹു എന്ത് ചോദിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും പടച്ച റബ്ബ് അപ്പൊ തന്നെ കൊടുക്കും. പക്ഷെ പ്രവാചകൻ അവിടെ ചെയ്തത് കർമ്മമാണ്. എല്ലാ ആളുകളെയും അണിനിരത്തി തന്റേതായ വിഭവങ്ങളിലൂടെ പ്രവാചകരും അനുചരന്മാരും ഒക്കെ റെഡിയായി നിന്ന് പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി പ്രാർത്ഥിക്കണേ, ഇതിൽ വിജയം നൽകണേ, ഇത് അള്ളാഹുവെ നിന്നെ ആരാധിക്കുന്ന ഈ ഒരു സംഘം, ചെറു സംഘം, നീ ഞങ്ങൾക്ക് വിജയം നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. അതായത് ഒരു കർമ്മത്തിന് തയ്യാറായി റെഡിയായി നിന്നിട്ടുള്ള പ്രാർത്ഥന. ഇത് വലിയൊരു സന്ദേശമാണ്. നമ്മൾ ഇപ്പൊ ഒരു വീട് വെക്കുകയാണെങ്കിൽ വെറുതെ പ്രാർത്ഥിച്ചിരുന്നിട്ട് ഒരു കാര്യമല്ല. വീടിനിങ്ങനെ കല്ലും അതേപോലെ തന്നെ സിമെന്റും ഒക്കെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിലിങ്ങനെ വർക്കത്ത് ചെയ്യാൻ പെട്ടെന്ന് അതിലേക്ക് നല്ലൊരു ആയാസം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അത് ഈ മോനെ നിങ്ങൾ പഠിക്കണം കേട്ടോ. മാത്രമല്ല ഇതൊക്കെ ഈ പ്രകൃതി ദുരന്തത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടു എന്നാണല്ലോ. ഈ പ്രകൃതി ചൂഷണം ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു മതം കൂടി കേട്ടോ ഇസ്ലാമേ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പ്രകൃതിയിലെ മല, ഇപ്പൊ വയനാട് ഉരുൾപൊട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണല്ലോ. ഈ മലകൾ നമ്മൾ തുരക്കരുത്, ഇത് ഭൂമിയുടെ ആണിക്കല്ലാണെന്നാണ് ഇസ്ലാം മൊത്തം സമൂഹത്തോട് പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നിങ്ങൾ വായിച്ചാൽ മതി. മാത്രമല്ല ഞാൻ കുറച്ച് ഹദീസുകൾ, പ്രവാചകന്റെ ഹദീസുകൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു മുസ്ലിം ഒരു മരം നട്ടുപിടിപ്പിക്കുകയോ ധാന്യങ്ങൾ വളർത്തുകയോ പക്ഷികൾ വളർത്തുകയോ ചെയ്താൽ ഒരു വ്യക്തിയോ മൃഗമോ അതിൽ നിന്ന് ഭക്ഷിച്ചാൽ അയാൾക്ക് ദാനധർമ്മമായി കണക്കാക്കപ്പെടുന്ന. മാത്രമല്ല നിങ്ങളിൽ ആർക്കെങ്കിലും അന്ത്യദിനത്തിൽ ഒരു ഈന്തപ്പഴത്തൈ ഉണ്ടെങ്കിൽ സാധ്യമെങ്കിൽ അത് നടണം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അവിടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. ആരെങ്കിലും ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ ആ മരത്തിന് വളരുന്ന വിളയോളം തന്നെ അള്ളാഹു പ്രതിഫലം നൽകുന്നു. ഇതൊക്കെ പ്രവാചകന്റെ ഹദീസുകളാണ്. ആരെങ്കിലും ഒരു മരം നട്ടുപിടിപ്പിക്കുകയോ അത് പാകമാകുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്നത് വരെ അത് ശ്രദ്ധയോടെ പരിപാലിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് മറ്റൊരു ഹദീസ്. ആരെങ്കിലും ഒരു മരം നടുകയും അത് പാകമാവുകയും ചെയ്താൽ ആ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു ഒരു മരം നടുന്ന. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ മാത്രമല്ല പരിസ്ഥിതിയെ കരുതലോടെയും വാത്സല്യത്തോടെയും കൈകാര്യം ചെയ്യുന്നതിൽ സ്നേഹത്തിന്റെ ഒരു പങ്ക് വഹിച്ച പ്രവാചകൻ അത് ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. ഊഹുദ് മലയെ ചൂണ്ടിക്കൊണ്ട് ആ മലയോടുള്ള തന്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ആണിക്കല്ലുകളാണ്. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഭൂമിയെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്, ഭൂമിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ ഒരു ആശയമാണ് ഇസ്ലാമിന്റെ ആശയം. എന്നിട്ട് അവിടെ ദൈവമല്ല, ഇതൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങൾ ഇതിൽ നിന്ന് വെട്ടിയെടുക്കുന്നതാണ് കംപ്ലീറ്റ് തുരന്ന് അതിലെല്ലാം ഒഴിവാക്കാറുണ്ട്. ഇതൊക്കെ പറഞ്ഞത് കേട്ടിട്ടും അറിയാതെ ഇപ്പൊ കള്ള് ഹറാമാണെന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചാനായിട്ട് നടക്കണം മുസ്ലിം സമൂഹം. ഇതല്ല, ഇത് ആശയം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഉൾക്കൊള്ളുന്ന ആൾക്കാരും ഉണ്ട്. അത് ഇസ്ലാമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്.
എന്നിട്ട് ഇതൊക്കെ അഹന്തയോട് കൂടി അതൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്ത് തോന്നിയ മാതിരി ചെയ്യാം. എന്നിട്ട് ഒരു വിശ്വാസം ഈ ഭൂമിയുടെ ആണിക്കല്ലുകളാണ് മലകൾ എന്ന് പറഞ്ഞതിനൊക്കെ നിസാരവൽക്കരിച്ചിട്ട് പോയിട്ട് തുറന്ന് അവിടെ നിരപ്പാക്കിയിട്ട് അവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ ബാക്കിയാക്കിയിട്ട് അവിടെ കുറെ വീടും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഭൂമി റിട്ടേൺ അടിക്കും. സ്വാഭാവികമായിട്ടും ഭൂമി റിട്ടേൺ അടിക്കും. ഇത് യാഥാർത്ഥ്യമാണ് സുഹൃത്തെ, ഇത് വായിക്കണം സുഹൃത്തെ. അവിടെ പിന്നെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭൂമിയോട് ചെയ്യുന്ന കടമകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിവേക ബുദ്ധിയോടുകൂടി സൃഷ്ടിച്ച ഒരു സൃഷ്ടിപ്പാണ്, ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ് ബുദ്ധി ഉള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാല്. നിങ്ങൾ ആ ബുദ്ധി വെച്ചിട്ട് ദൈവത്തെ വിമർശിക്കാൻ അഹങ്കാരം നടിക്കുക. നേരെ മറിച്ച് ഇതുകൊണ്ട് ചിന്തിച്ചിട്ട് നമ്മളിപ്പോ എന്താണ് ഒരു അപകടം വരുമ്പോ അപകടത്തെ കുറിച്ച് എന്താ, ഇപ്പൊ ഈ ഭൂമി പിന്നെ ഇവിടെ വയനാട് ഉരുൾപൊട്ടിയത് മാത്രമാ പ്രശ്നം, ഇതൊന്നല്ല. ഇസാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന ആ വാക്കുകൾ തന്നെ അങ്ങനെ. ഭൂമി കിടുകിട വർക്കും, ഭൂമി തലകീഴായി മറിയും, ലോകം അവസാനിക്കും. എന്താ സംശയം നിങ്ങൾക്ക്? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മേഖലയാണ് പഠിക്കേണ്ടത്? ഖുർആനിന്റെ കൃത്യമായ പരിഭാഷ ഉണ്ട് സുഹൃത്തുക്കളെ. എന്നെ കേൾക്കണം മുഴുവൻ ആളുകളും. ഈ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിങ്ങൾ ഈ ലിറ്റ്മസും അതേപോലെ തന്നെ രവിചന്ദ്രന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഓല് പറയും എന്താ, ഞങ്ങൾ യൂട്യൂബിലൂടെ മറുപടി പറയാം. എന്നാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ജബ്ബാർ മാഷ് വന്നു, പിന്നെ യൂട്യൂബിലൂടെ തന്നെ, എന്നാൽ യൂട്യൂബിൽ തന്നെ ഇരിക്കും അവര്, എന്നാൽ യൂട്യൂബിൽ കൃത്യമായ ഒരു സംഗതി പറയും. എന്നിട്ട് അങ്ങനെ വന്ന് തെറി വിളിക്കുക. ഈ കുട്ടി ഭയങ്കരമായിട്ട് ആവേശത്തോടു കൂടി എന്തൊക്കെയോ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്. ഇതുവരെ പിന്നെ നേതാക്കന്മാർക്കുള്ളതാട്ടോ. ആശയപരമായിട്ട് എതിർക്കുന്നതോട് കൂടി അതിന് മറുപടി ഇല്ലെങ്കിൽ പിന്നെ പറയുന്നതൊക്കെ അപകീർത്തിപ്പെടുത്തലും പിന്നെ അതേപോലെ തന്നെ ഒരു സൈസ് അസഹിഷ്ണുതയാണ് ഇവർക്ക്. എന്നിട്ട് പറയും ഞാൻ ഇതിന് ഫുൾ ആയിട്ടുള്ള മറുപടി യൂട്യൂബിൽ പറയുന്നൊക്കെ പറഞ്ഞ് ജബ്ബാർ മാസത് കഴിഞ്ഞ് ഇനിയിപ്പോ വേറെ ഒരു സമ്മേളനത്തിന് കുറെ പിന്നെ ഉസ്താദുമാരുടെ ഒക്കെ തലക്കെട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ റെഡിയാക്കി ഹൈത്തമിയൊക്കെ പോകുന്നുണ്ട്. ഏതായാലും അത് പിന്നെ എന്തായാലും അത് ആശയപരമായിട്ടുള്ള സംവാദങ്ങളിൽ അവസരം കൊടുത്തു കഴിഞ്ഞു. ഇതിനേക്കാൾ വലിയ വെല്ലുവിളി പിന്നെ ഇസ്ലാം നേരിട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ ആശയമുണ്ട്. അത് ഏത് നിങ്ങളുടെ ജീവിതത്തിൽ, ഈ ദുന്യാവിലെ ജീവിതത്തിൽ, ഈ ഭൂമി എന്നല്ല ഈ പ്രപഞ്ചം മൊത്തം അതിന്റെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനിലൂടെ അതേപോലെ തന്നെ ഇസ്ലാമിന്റെ വിവക്ഷയിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കി നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. അതിൽ തർക്കം നിങ്ങൾക്ക് വേണ്ട. പക്ഷെ ഇതൊക്കെ പഠിക്കണം. നമ്മൾ ഈ ഉസ്താദിന്റെ മോനാണ്, ഞാൻ ഈ പിന്നെ ദൈവങ്ങൾ പറയുന്നത് മുഴുവനും പച്ച കള്ളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിരി വിടുന്നതിന്റെ മുമ്പ്, നിങ്ങൾ യുക്തിവാദികളുടെ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇസ്ലാം എന്ത് പറഞ്ഞു പ്രകൃതിയെ കുറിച്ച്? പ്രാർത്ഥന മാത്രമാണോ ഇസ്ലാം ചെയ്യുക? പ്രാർത്ഥന മാത്രമല്ല, കർമ്മങ്ങൾ. അതായത് ഒരു ഹദീസ് ഉണ്ട്, പിന്നെ 2 സഹാബികൾ മലമടക്കു കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പൊ അവിടെ ഒരു സഹാബിക്ക് വല്ലാത്തൊരു പൂതി, ഒരാഗ്രഹം, ഈ മലമടക്കിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യാനും മറ്റുമൊക്കെ ഒരു പൂതി. അങ്ങനെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ഇംഗിതം അറിയിച്ചു, ആഗ്രഹത്തെ അറിയിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കൂ. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ 70 കൊല്ലം നമസ്കരിച്ചവനേക്കാൾ ഉത്തമർ അത്തരക്കാരാണ് എന്ന് കൃത്യമായ ദിശാബോധം നൽകണം. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ അത് ചില്ലറ സംഭവമല്ല. അതാണ് ഞാൻ ബദറിന്റെ ഒക്കെ ആ ഒരു പിന്നെ എന്താ ബദർ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ ആ ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. അവിടെ പ്രവാചകന് ശരിക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. പക്ഷെ പ്രവാചകൻ എല്ലാ സംവിധാനങ്ങളും കർമ്മത്തിലേക്ക് ഇറങ്ങി. പ്രവാചകരുടെയും അനുചരന്മാരുടെയും കയ്യിലുള്ള എന്തൊക്കെ വിഭവങ്ങളാണോ ആ കുറഞ്ഞ വിഭവങ്ങളെ ഒരുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഇത് മനസ്സിലാക്കണം കുട്ടി. വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന്റെ പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കുക. ഇസ്ലാം പ്രകൃതിയോടെന്ന് പറഞ്ഞു. പ്രാർത്ഥനയിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? കർമ്മങ്ങളിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? സഹായങ്ങളിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? സമ്പാദ്യങ്ങളിലും തൊഴിലുകളിലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? അതേപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ എന്താണ്? ഇങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യന്റെ ഭക്ഷണമാകട്ടെ, ഒരു മനുഷ്യന്റെ ഉറക്കിൽ പോലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. നിങ്ങൾക്കതൊരു ആത്മ സംസ്കരണം, ആത്മശുദ്ധീകരണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ജീവിതപരമായും എല്ലാ രീതിയിലും ഒരു ആത്മവിശ്വാസവും ഒരു ആത്മശുദ്ധീകരണമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരു പുതിയ ഒരു അനുഭൂതി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിത് വായിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് എഴുതിണ്ടാക്കിയതൊന്നല്ല. പ്രകൃതിയെക്കുറിച്ച്, മരം നടുന്നതിനെ കുറിച്ച് ഇതൊക്കെ കൃത്യമായി പറഞ്ഞൊരു ആശയമാണിതേ. അപ്പോ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു. വയനാട് ദുരന്തത്തിൽ ഒരുപാട് വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അവിടെ ചെന്നു. അവരാ കർമ്മത്തിൽ നിന്നു. അവരാ കർമ്മം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അവരാ സ്ഥലത്ത് വന്ന് അവർ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നത് കണ്ടോ? അവരെ നിസ്കരിക്കണം. കാരണം എന്താണെന്നറിയോ? ഈ ഇങ്ങനത്തെ ദുരന്തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരു ആശയമാണല്ലോ. അതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭൂമിയിൽ ദുരന്തം ഉണ്ടാകും എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞ ആ ആശയക്കാരാണല്ലോ ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, നന്ദി ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അത് പുഴന്റെ അരികിലാണെങ്കിലും അവർ ആ സമയമാകുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ 5 വക്തിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്.
മാത്രമല്ല ആ പ്രാർത്ഥനയുടെ കൂടെ അവരവരുടെ ജോലി ചെയ്യുന്നു, അവർ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, അവർ സഹായിക്കുന്നു, അവരെല്ലാ മേഖലയിലും വ്യാപൃതരാകുന്നു. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക. ഇതിൽ വികാരഭരിതനാകൊന്നും വേണ്ട, ആവേശം ഭയങ്കരമാകൊന്നും വേണ്ട. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമായിട്ട് കിട്ടുന്നതാണ്. അത് നോക്കിയാൽ മതി. അതല്ലാതെ ഇവരെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇവര് പറയും ഇവിടെ ദൈവമില്ല എന്ന് പറയും. അതും കേട്ടിട്ട് നേരെ പോയി പ്രകൃതിനെ ചൂഷണം ചെയ്യാനും അത്തരം കാര്യങ്ങൾക്കൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതി റിട്ടേൺ അടിക്കും. അത് ഉറപ്പാ. അതില് പ്രാർത്ഥിക്കണവനും പെടും, പ്രാർത്ഥിക്കാത്തവനും പെടും, മതല്ലോനും പെടും, മതമില്ലാത്തവനും പെടും. ഇതും പറഞ്ഞണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു അതാവ് ഇറങ്ങുമ്പോൾ അതിൽ നല്ലവരും ചീത്തയായിരുന്നില്ല കേട്ടോ. കൃത്യമായി പോയി നിങ്ങൾ വായിച്ചോക്കി. നല്ലവരും ചീത്തയായിരുന്നില്ല കേട്ടോ, ഒന്നിച്ചു പോവും. പക്ഷെ അതിൽ നന്മയുള്ളവരെ പിന്നീട് അള്ളാഹു തെരഞ്ഞെടുക്കും. ഇതൊക്കെ ഇങ്ങനെ തന്നെ കിട്ടിയ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ നന്ദി ചെയ്തുകൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അവർ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് മുസ്ലിം. മറ്റുള്ള മതങ്ങളുടെ കാര്യം പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഇസ്ലാമിന്റെ കാര്യം പറയാൻ എനിക്കതിലൊരു മടിയില്ല. അപ്പൊ അത് പഠിക്കുക, എന്നിട്ട് നമുക്ക് വിലയിരുത്താം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.